ഞങ്ങളെ ഈ സൈറ്റത്തെ വർക്ക് എങ്ങനെയുണ്ട്? നിങ്ങളൊരു അഭിപ്രായം നേരെ ഒന്ന് പറഞ്ഞു. പണി ഒരു ലെവല് വേറെ മൈജിന്റെ ലെവലാ. മൈജി പറഞ്ഞാല് മൈജി ഒരു വലിയ പരസ്യമുണ്ട്. ഇതിന്റെ ഇപ്പോഴത്തെ ഒരു വലിയ എന്താണ് പല സാധനങ്ങളും ഓഫർ കൊടുക്കുന്ന മൈജി അതിന്റെ അതേപോലെ അത് വേറൊരു ലെവലാന്നാ പറയല്. നിങ്ങൾ ഈ FM ഇപ്പോഴൊന്നും ഓഫ് ആക്കൂല? FM എന്തിനാ ഓഫാക്കുന്നത്? പല പാട്ടുകളും വരുമല്ലോ. വരില്ലല്ലേ? ഹിന്ദിക്ക് വരും, ഹിന്ദി തമിഴ് വരും. ഞാൻ എപ്പോഴും പണി എടുക്കുമ്പോ നിങ്ങൾ ഈ പഴയ പാട്ട് ഇങ്ങനെ കേൾക്കുക ഓടിയിരിക്കണ മേത്തൊക്കെ. എന്നാ തുടങ്ങട്ടെ. നിങ്ങൾ ആശീർവാദം ഉണ്ടാവോ? நம்ம வேலை ஸ்டார்ட் பண்றதுக்கு ஏதாவது ஆசீர்வாதம் இருந்தா சொல்லுங்க ஐயா. கொடுக்கலாமே. எது வேணும் உனக்கு சொல்லு. நீங்க சொல்லு, நம்ம ஸ்டார்ட் பண்ணிடுவோம். ஏதாவது வந்தா കൊടുക്കലാം. ഓക്കെ ഓക്കെ. ഹായ് ചായമാരെ, നമ്മൾ ഈ കാണുന്ന സൈറ്റ് ഉണ്ടല്ലോ, ഏകദേശം റൂഫിങ് ഫ്ലോറിങ് എല്ലാ വർക്ക് അടക്കം 90% പണി തീർന്നിക്കണേ. പിന്നെ ഇവിടെ ഇനി മിറ്റത്തെ വർക്ക് മാത്രമേ ഉള്ളൂ. മിറ്റത്ത് മണ്ണൊക്കെ ലെവൽ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നല്ല നിൽക്കാതെ മഴ പെയ്തിട്ട് മൊത്തം ചളിപിളിയായി എടുക്കുകയാണ്. കണ്ടോ, അടിച്ചുപൊളി ചെങ്കല്ല്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഗേറ്റ് ഉണ്ടില്ലേ, അവിടേക്കാണ് സൂപ്പർ ഗേറ്റ് കേട്ടോ. അപ്പോൾ എഞ്ചിനീയർ ഒരു ഐഡിയക്ക് അനുസരിച്ച് നീങ്ങണ ഒരു പണിയായ സ്ഥിതിക്ക് എഞ്ചിനീയർ പറഞ്ഞത് എന്താണെന്നറിയോ, റോഡൊക്കെയാണ്, വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ റോഡാണ്. അപ്പോൾ ഈ വീടിൻ്റെ ലുക്കും ഡിസൈനൊക്കെ മാറിയ സ്ഥിതിക്ക് ഈ ഗേറ്റ് ഇനി ഇവിടെ വേണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഈ ഗേറ്റ് എന്ത് ചെയ്യും, ഈ ഫില്ലറൊക്കെ കണ്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ അടയ്ക്കും, ചെങ്കല്ല് വെച്ച് അടയ്ക്കും. കാരണം 8 ഇഞ്ച് വീതിയുള്ള ഒരു മതിലാട്ടോ. അപ്പോൾ പുതിയ ഗേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മതിലിങ്ങനെ കണ്ടോ, ആ തല വരെ പോകുന്നുണ്ട്, അവിടെ മാർക്ക് ചെയ്തിരുന്നുണ്ട്. ആ മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻ ഗേറ്റ് എത്ര, 4 മീറ്റർ അല്ലേ? പിന്നെ നടക്കാനുള്ള വഴി എത്ര, 1 മീറ്ററോ? അപ്പം മൊത്തം 5 നമ്മളെ മുതലാളി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം 5 മീറ്റർ ഉണ്ടോ. എഞ്ചിനീയർ പറഞ്ഞ സ്ഥിതിക്ക് തന്നെ ഈ മരങ്ങളൊക്കെ വെട്ടി ഒഴിവാക്കും. ചുമരിലിതാ ഒരു ചെറിയൊരു മാർക്ക് ചെയ്തതാണ്. ഈ മാർക്കിൽ നിന്ന് ഒരു 4 മീറ്റർ നമുക്ക് സാധാ വഴി, അതിൻ്റെ ശേഷം ഒരൊറ്റ മീറ്ററിൻ്റെ ഗ്യാപ്പ് അവിടെയും വരും കേട്ടോ. അതായത് 3 ഫില്ലർ കോൺക്രീറ്റിൻ്റെത്. അപ്പോൾ അത് വരുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഈ മതിൽ പൊളിക്കുന്നത് മെഷീനോണ്ട് മുറിക്കണ കാണിച്ചു തരാം. ചങ്ങായിമാരെ, ഗേറ്റിൻ്റെ റിനോവേഷൻ്റെ ഭാഗമായിട്ട് മതിൽ പൊളിക്കാൻ വേണ്ടി പോകണേ. കട്ടിങ്ങിന് മുമ്പ് എന്ത് ചെയ്യണം, നമ്മൾ മുഖം മറയ്ക്കണം. എൻ്റെ ഒരു വലിയ നാശമായി. ഇത് ഗൾഫ് കേട്ടാ. ഇനി മെഷീൻ എടുക്കുക, ശ്രദ്ധിക്കണം കേട്ടോ, മഴക്കാലാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, അതിന് നമ്മളെന്താ പറയുക, വെള്ളം അതിന് കൂട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കട കാണിച്ചു കൊടുത്താൽ ഇവിടെയൊക്കെ ഭയങ്കര പൊടിയുണ്ട്. നമ്മളൊരു താർപ്പായി കെട്ടി കൊടുത്തിട്ട് പോരാ. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, കട്ടിങ് ആയി, ഇനി ആമറോണ്ട് അടിച്ചു പൊളി നെക്സ്റ്റ്. ഇവാ അത് ഫസ്റ്റത്തെ മുകളിലത്തെ ഒരൊറ്റ വരി പോന്നാൽ മതി. കാരണം എന്താണെന്ന് അറിയോ, ഇനി അപ്പുറത്തെ നമുക്ക് തരിപ്പ് വരില്ല. കാരണം നമ്മൾ കീറിട്ടില്ലേ, അടിച്ചുകൂടെ തടി ഇളകട്ടെ. ടോപ്പിലെ തൊപ്പിയാണ്, ഇളങ്കല്ലല്ലേ പോരും. അയവാ പോരാ. അയിമക്ക് തരിപ്പ് കൊടുക്കാത്ത എന്തുകൊണ്ടെന്ന് അറിയാം, നമ്മളെ വിട്ടിട്ടുണ്ടോ, ഒരൊറ്റ കല്ല് അടർത്തിയാൽ വാക്കിനെ ഏറ്റുതരാം. പോരട്ടോ, ഞാൻ ആ സൈറ്റ് സൂപ്പർവൈസിങ് എനിക്ക് പറ്റുള്ളൂ. ആ ഇളങ്കല്ലാണ്. ഇങ്ങനെ പൊളിച്ചോളാം. കാക്ക നിങ്ങളെ അഭിപ്രായം എന്താണ്? നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരാളെന്താ വെച്ചാല്, നമ്മളെ സൈറ്റിലൊരു കാക്ക അവിടെ ഉണ്ട്. കാക്ക പൊടി മെഷീനോണ്ട് ചുമര് കട്ട് ചെയ്തപ്പോൾ പൊടി ശല്യം ഉണ്ട് ഇവിടെ. എനിക്ക് പറഞ്ഞോളുണ്ടോ, അങ്ങനെ തന്നെയോ? പൊടിയൊന്നും പാറിയിട്ട് എൻ്റെ പെരപ്പണി കൊണ്ട് ഞാനവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഉള്ള പൊടിയൊക്കെ തിന്ന് ഇത് സാധനം വാങ്ങുന്നതൊക്കെ നിങ്ങൾ വേറെ സ്ഥലത്തൊന്നും ഞാൻ പൊടി തിന്നാനും എല്ലാം കൂടി ആയിട്ട് അതിനുള്ളൊരു വിഷയം കണ്ട. എന്നാലും നിങ്ങൾ ഇത്ര കാലം ഈ പെരപ്പണിന്റെ സമയത്ത് പൊടി നിൽക്കണമെങ്കിൽ പെരപ്പണി തുടങ്ങിയതിന് ശേഷം നല്ല അടിച്ചുപൊളി ബിരിയാണി തരാം. ജാമറിന് അടിക്കാം. മതിലെങ്ങനെയാണ് പൊളിക്കലെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനും വലിയ ബിൽഡിംഗ് ഒക്കെ കോഴിക്കോട് വിളിച്ചില്ല നിങ്ങൾ. പക്ഷെ ഇവിടെ നമ്മളെ മേസ്തിരി എന്താ പറഞ്ഞറിയോ, നിങ്ങൾ കരാറാക്കേണ്ട കൂലിപ്പണി എടുത്താൽ മതി പറഞ്ഞു. ഒരു മതിൽമെന്ന് ഒരൊറ്റ വരി കല്ല പൊളിക്കണമെന്നുണ്ടെങ്കിൽ മക്കൾ അത് മതി എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് വരാനില്ല.
നമ്മൾ നിൽക്കാൻ എന്ത് ചെയ്യണം, എപ്പോഴും ഒരു ഷേപ്പ് വേണം. അപ്പോഴേ നമുക്ക് ചവിട്ടിട്ടി ഉണ്ടോ കല്ല് അതേ അവസ്ഥയിലേ പോരുള്ളൂ. കൊണ്ടൊക്കെയാ ഉണ്ടോ ഈ കല്ല് നമുക്ക് എന്തിനാണെന്നറിയോ, തറ അതേ കിണറിനൊന്നും പറ്റൂല. കാരണം എൻ്റെ ഇവിടുത്തെ പെരപ്പണി തീരുമ്പോൾ തന്നെ ഒരുപാട് പണി ഇനിയും ഉണ്ടാവും. അതിനൊക്കെ എടുക്കട്ടോ. തേപ്പ് പൊളിച്ച് കണ്ട് കളിക്കാം. എന്താ മോനെ, ഒരു വരി കല്ല് പൊളിച്ച് കഴിഞ്ഞ് അരെ മേലെന്ന് പൊളിക്കണം. അതിനാണ് കായ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ കൂലിപ്പണി എടുത്താൽ മതിയെന്ന്. കല്ലിൻ്റെ മാറി നോക്കി അടിക്കണം. അതിനാണ് കായ്. ഉണ്ടോക്കെ ഒന്ന് ഇത് ഫില്ലറാട്ടോ. ഏയ് മാർപ്പ ഉണ്ടാക്കി ഞാൻ വെക്കൂല. അയ്യോ ഏത് അല്ല, ഒരു വരി പൊളിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഒരു വരി പൊളിച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ, കല്ലെടുത്തേക്കും. ഇവിടെ ഒരു കല്ല് ഊരണം. ഇടേന്ന് രണ്ടാമത്തെ ഒരു വരി പുതിയ പൊളിക്കുമ്പോഴേ ഒരു കല്ല് ഊരിയെങ്കിലും നമുക്ക് എന്തേ ഉള്ളൂ. ഇത് ഇളങ്കല്ലാട്ടോ കൊണ്ടിക്കണി. ഇത് കിട്ടിയിട്ട് കാര്യമില്ല കൊണ്ടിക്കണി. ആ അത്ര തന്നെ വെച്ചോട്ടോ. നോക്കിയാ ഇത് കണ്ടില്ലേ, സംഭവം ഇളങ്കല്ലാട്ടോ. അവിടെ തന്നെ ഇട്ടാ, അവിടെ ഉറച്ചോട്ടെ. ഇത് നല്ലല്ലോ മാത്രം മാറ്റി വെക്ക ഇളങ്കല്ല ഉണ്ടെങ്കിൽ പഴയ സംഭവം തേപ്പ് പിടിക്കാനൊക്കെ നല്ല ഉറപ്പാണ്. മതിലിൽ കയറി കഴിഞ്ഞാൽ പക്ഷെ പിന്നെ കയറി കഴിഞ്ഞാൽ അവിടെ നല്ല ഉറപ്പാണ്. മറ്റേ എല്ലാമായിട്ട് ഉറപ്പാണ്. എന്തുകൊണ്ട് തേപ്പൊന്നും ആവില്ല. 2 മീറ്റർ കൂടുമ്പോൾ പില്ലർ എടുത്തിന് എന്ത് പണിയത്. കാരണം പോലെ 2 മീറ്റർ കൂടുമ്പോൾ പില്ലറ് ഇതൊക്കെ പൊളിക്കാൻ പൊന്നാര മേസ്തിരിമാരെ ഒരൊറ്റ അപേക്ഷ ഉള്ളൂ. നിങ്ങൾ 2 മീറ്ററിലൊന്നും പില്ലർ കൊടുക്കല്ലേ, പൊളിച്ചാൻ കഴിയില്ല. എനിക്ക് ഈ എല്ലാ കല്ലും പൊളിക്കാൻ എടുത്തരണോ, നല്ലപോലെ എടുത്തരണോ. 2 തേപ്പ് മൊത്തം കൊത്തി പൊളിച്ചാൽ ഇതെല്ലാം കിടക്കും. അത് വേണ്ടല്ലോ. അത് വേണ്ട, അങ്ങനത്തെ മതി. ആ നിങ്ങൾ കണ്ടതല്ലേ. എന്താ പറയുക, ഞാൻ അത് ചെയ്യുമ്പോൾ കല്ലിട്ടില്ല. ആ കല്ല് നമുക്ക് എന്തായാലും ഫൗണ്ടേഷനെ പറ്റുള്ളൂ. ആവശ്യം അവിടെ കിടന്നോട്ടെ. ചളിവിളിയല്ലേ, അവിടെ കിടന്നോട്ടെ. ആ അതിലേക്ക് തരാം. പിന്നെ ഇന്ന കുറ്റം പറയരുത്, കല്ല് കിട്ടിയില്ല പറഞ്ഞു കേട്ടോ. ഒരു കണ്ടില്ല ഇളങ്കല്ലാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, നമ്മളെ വാരട്ടോണ്ട് കെട്ട് അപ്പുറത്ത് പോകില്ല. ആ കെട്ടിനെ ഇളക്കം വരാൻ പാടില്ല. ആ പണിയാണ്. ആയിക്കോട്ടെ, അതിനാ മാറ്റിക്കൂടാ. കള്ളപ്പണി നടക്കൂല. ഉണ്ടെങ്കിൽ ഇളങ്കല്ല വയ്ക്കുക. എന്തിനാ അതൊക്കെ പറ്റുക. ആ കാരണം ഈ കല്ലെടുത്ത് കണ്ട് ഇനി ഇവിടെ വൈകുന്നേരമാക്കേണ്ട ആവശ്യം ഇവിടെ പണിയില്ല. ഒന്ന് അത് നല്ലല്ല, നല്ല കല്ലേ ഒന്നും പോകില്ലടാ. 2 3 ഓരോ 3 അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടി തുടങ്ങിപ്പോയി. 4 നല്ലൊക്കെ എടുത്തേക്കും. 4 അപ്പം നമ്മൾ ഇങ്ങോട്ട് ഇട്ടാ അവിടേക്കാ. ഈ ഫില്ലറാണേ. 5 6 6 മക്കളെ. 6 ഇങ്ങനെ ഉയർത്ത് കയറി പൊളിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മളെ കാല് സ്കിപ്പാൻ പാടില്ല. സ്കിഡ് വരരുത് കേട്ടോ. അത് ഏതായാലും നമ്മൾ തറക്ക ഉപയോഗിക്കുള്ളൂ. 8 9 9 10. അത് സൂപ്പറാണ്. അതായത് നല്ല കല്ലിൻ്റെ ഇടയിൽ കൂടെ ഓരോ ഇളങ്കല്ല് കയറ്റി കേട്ടോ. ഇവിടെ ഫില്ലറ് ഒരു അരക്കഷ്ണം. തലവരെ കച്ചവടം കഴിഞ്ഞോ? സാധനമൊക്കെ ചിലവായില്ലേ? ഹലോ
हाँ जी वालेकुम अस्सलाम जी क्या हाल है 13 അടിയോ 13 എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 3 മീറ്ററിൽ 10 ആയിക്കോട്ടെ 13 അടി ഫില്ലർ ടു ഫില്ലർ ഉള്ളു വേണം എന്തിന് നമ്മളെ മെയിൻ വേ പിന്നെ മറ്റേ നമ്മളെ വാക്ക് വേ ഉണ്ടല്ലോ അത് 3 അടി വരെ അതൊരു മീറ്റർ അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ചുമരിൻ്റെ മറിമെന്ന് മൊത്തം ഉള്ളിൽ 13 ഫില്ലറിൻ്റെ ഉള്ളളവൊക്കെ അടക്കം കുറച്ച് എക്സ്ട്രാ പൊളിക്കണം അല്ലേ അല്ലല്ല ഞാൻ പറഞ്ഞുതരാം ആ തല ഉണ്ടല്ലോ ഇവിടേക്ക് ആ ഞങ്ങളിപ്പോൾ പൊളിച്ച് കറക്റ്റ് മറി ചേർത്ത് ഇങ്ങനെ കറക്റ്റ് മെഷീനോട് മുറിച്ച് വെച്ചിരിക്കുകയാണ് ചുമര് മൊത്തം പൊളിച്ച് കഴിഞ്ഞാണ് അപ്പം ഞാൻ പറഞ്ഞുതരാം ആ ചുമരിൻ്റെ മൂലയിൽ ഫസ്റ്റ് ഒരു മൂലയിൽ നമ്മൾ 8ൻ്റെ ഫില്ലർ കൊടുക്കും ആ 8ൻ്റെ ഫില്ലർ കഴിഞ്ഞിട്ട് ഉള്ളിൽ 13 കഴിഞ്ഞിട്ട് അടുത്ത ഫില്ലർ വരും ആ 13ൻ്റെ 8ൻ്റെ ഫില്ലർ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് 1 മീറ്റർ വീണ്ടും അത് കഴിഞ്ഞിട്ട് അടുത്ത ഫില്ലർ ഒരു 8ൻ്റെ ആ ലെവലല്ലേ വണ്ടിയത് ഓക്കെ ഡോണ്ട് വറി ഐ ക്യാൻ ഡു ഇറ്റ് മൂല ഞാൻ ആരും കെട്ടിയില്ല നമ്മൾ വേറെ 2 ദിവസം മഴ വളരട്ടെ എന്ന് പറഞ്ഞാളി അത് എടപ്പാളിലല്ലേ മൂലോട് കെട്ടുന്ന കാര്യം എന്താണെന്ന് അറിയോ ഇപ്പം മഴ ആയതുകൊണ്ട് മണ്ണിൻ്റെ മൂലല്ലേ നമുക്ക് പണിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ തൂക്ക പേപ്പർ ഇട്ടുകൊണ്ടൊക്കെ വരും പറ്റൂല ചൊറയാണെന്ന് ഓ മൂപ്പരോട് 2 ദിവസത്തെ ഒഴിവ് പറയും നമുക്കൊന്ന് കെട്ടാം പടാപ്പടി 2 ദിവസത്തിന് ഇവിടെ മുതലാളി കൂടെ പണിസ്ഥലത്ത് കൂടെ തന്നെ ഉണ്ടോ അതാ വെറുപ്പിക്കല് ആ ചങ്ങായി നമ്മൾ ഔങ്ങാനൊന്നും സമ്മതിക്കുന്നില്ല ഇപ്പം നിങ്ങളെ ഫോൺ വന്നോണ്ട് മാത്രം നമുക്ക് റെസ്റ്റ് കിട്ടിയതാ അല്ലെങ്കിൽ പണി തന്നെ പിന്നെ ഡൗട്ടുണ്ട് ഇനി അഥവാ മൂപ്പര് പറഞ്ഞ അളവിലേ നമ്മൾ അളന്ന് നോക്കുകയാണെങ്കിൽ നൂൽക്കുമ്പാടെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഏത് ചുമര് മുറിക്കും ഇങ്ങോട്ട് മുറിക്കില്ലല്ലോ ആ സ്ലൈഡിന് എന്താ അറിയോ നമുക്ക് കൂടുതലുള്ള ഏരിയ സ്ലൈഡ് ചെയ്യാൻ പറ്റുള്ളൂ നീക്കാറ്റുള്ളൂ അപ്പം നമുക്ക് ഇവിടെ മുറിക്കേണ്ടി വരും വേണ്ടല്ലോ റെഡി ആണ് ഒരാഴ്ച 13 അല്ലേ പറഞ്ഞേ 8 കഴിഞ്ഞിട്ടാണ് 13 നോക്കട്ടായില്ല മക്കളെ സൈറ്റിലെ മതിൽപ്പൊളി ഒറ്റ മണിക്കൂർ കൊണ്ട് ഫുള്ള് അടിച്ച് പൊളുത്തി തമർത്തി ആ വരച്ച മാർക്ക് ലെവലിലാക്കി കൊടുത്തിക്കണം കേട്ടോ കണ്ടോളി പിന്നെ പല ആൾക്കാരും പറയും ആമറെടുത്ത് അടിച്ച് പൊട്ടിച്ചുകൊണ്ട് പൊട്ടനാണ് എല്ലാ കല്ലും നഷ്ടപ്പെടുത്തിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചുമരിൻ്റെ 2 ഭാഗത്തുള്ള തേപ്പ് ഉളി ആമറെടുത്ത് കണ്ട് ഫുള്ള് തേപ്പ് പൊളിച്ചിക്കുകയാണെങ്കിൽ ഓരോ കല്ലും നമുക്ക് ഉഷാറാക്കിയിട്ട് ഊരിയെടുക്കാൻ പറ്റും അപ്പോൾ ചെറിയ മൂലക്ക് മാത്രമേ കോട്ടം വരുള്ളൂ പക്ഷേ ഈ സൈറ്റിൽ നമ്മൾ ഈ പൊളിച്ച അരക്കല്ലും മുക്കാക്കല്ലും മുറിക്കല്ലൊക്കെ എടുത്തിട്ട് മിറ്റത്ത് എന്ത് ചെയ്യാണ്ട് ഒരു മിറ്റത്തിൻ്റെ തിണ്ട് കെട്ടാണ്ട് അതിൻ്റെ ഫൗണ്ടേഷൻ ഇടാമെന്ന് വിചാരിച്ചിരിക്കണ് അത് മാത്രമല്ല ഭയങ്കര മഴയാണ് അപ്പം ഫാസ്റ്റ് പണി കേട്ടോ കാരണം നമ്മളെ സൈറ്റിൽ ഏകദേശം കുടിലിക്കൽ എടുത്തുണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഈ വർക്ക് തീർന്ന പാടെ തന്നെ ആ മണ്ണ് നീക്കിയിട്ട് ഫില്ലറിൻ്റെ 3 കുഴിയും കുഴിച്ചു കൊടുത്തു എന്താണ് കൂലി നഷ്ടമൊന്നുമില്ല സെറ്റ് ഉഷാറാക്കി കൊടുത്തു അപ്പം ഇവിടെ ഇപ്പോൾ ഈ മണ്ണ് നിരത്താൻ വേണ്ടിയിട്ട് സൈറ്റിൽ JCB വന്നിട്ടുണ്ട് അപ്പോൾ JCB കൊണ്ട് വലിപ്പിച്ചു വിടുക എന്ന് ഡൗട്ട് ഉണ്ടാവും ഫില്ലറിൻ്റെ കുഴി വേണം സൈഡൊക്കെ വേണമെങ്കിൽ JCB കൊണ്ട് വലിപ്പിക്കുക ഈ നീളത്തിലുള്ള മതിൽ JCB കൊണ്ട് വലിപ്പിച്ചാൽ ഫുള്ള് പൊട്ടിപ്പോരും ആദ്യം 400 രൂപ മെഷീനിന് പോയാലും വേണ്ടില്ല ചുമരൊരു കീറിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പൊളിച്ചാലും ആ ഒരു പൂലവിടെ കാണാൻ പറ്റും പിന്നെ പ്രവാസികൾക്കാണ് ഈ വീഡിയോ മെയിൻ ഡെഡിക്കേഷന് നിങ്ങൾക്ക് എല്ലാ തരികയും നമ്മൾ കാണിച്ചു തരാം നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാന്നറിയോ അറിയാത്തവരൊക്കെ ഉണ്ടാവും ഓർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ ജാതി തരികയും ഇതിൻ്റെ വേക്കിൽ വന്നുകൊണ്ടേ നിൽക്കൂട്ടോ